5 വയസ്സുകാരൻ ഹരിത്തിൻ്റെ മരണം പറയാനാണ് ഞാൻ ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. അതിഭീതിതമാണ് ഹരിത്തിൻ്റെ അവസ്ഥയും ഹരിത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും. ഹരിത്തിൻ്റെ അവസ്ഥ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ മകൻ നമ്മെ വിട്ട് പോയി. ആ മകൻ ആരാണെന്ന് ചോദിച്ചാൽ സേലം സ്വദേശികളായ തമിഴ് ദമ്പതികളുടെ മകനാണ്. കണ്ണൂരിലായിരുന്നു താമസം, പരിയാരത്ത്. പയ്യാമ്പലത്ത് വച്ച് ആ മകനെ 2 ആഴ്ച മുമ്പ് പേപ്പട്ടി കടിച്ചു. തെരുവ് നായ കടിച്ചു. കണ്ണിനും കാലിനുമാണ് കടിയേറ്റത്. കുട്ടിയെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പേവിഷ പ്രതിരോധ വാക്സിൻ, അതായത് ആൻറ്റി റാബിസ് വാക്സിൻ കുത്തിവെച്ചു. കുത്തിവയ്പ്പുകൾ മുടങ്ങാതെ എടുത്തു. പിന്നീട് ചെറിയ അസുഖവും മറ്റോ വന്ന് ആശുപത്രിയിൽ പോയപ്പോൾ കുട്ടിക്ക് പേവിഷ ബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു. കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. 2 ആഴ്ചയായി അവിടെ ചികിത്സയിലായിരുന്നു. മരിച്ചു. ഹരിത്ത് എന്നാണ് കുട്ടിയുടെ പേര്. 5 വയസ്സ്. ഇത് വിഷമകരമായ ഒരു വാർത്തയല്ലേ? സങ്കടകരമായ അവസ്ഥയല്ലേ? ഈ സങ്കടം എനിക്കും നിങ്ങൾക്കും ഒരുപോലെയല്ലേ? തമിഴ് ദമ്പതികളുടെ മകനായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല എന്നുണ്ടോ? കേരളത്തിൽ തെരുവുനായ ശല്യം എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? തെരുവുനായ ശല്യം, പേവിഷബാധ, ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. നമുക്കിവിടെ ആൻറ്റി റാബിസ് വാക്സിൻ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നു, പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നു. പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത ശേഷം ഈ അടുത്ത കാലത്ത് മരിച്ചത് 4ഓളം ആളുകളാണ്, മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ. ഇത് എങ്ങനെ സംഭവിക്കുന്നു? എനിക്ക് തന്നെയുള്ള അനുഭവം പറയാം. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നുകിൽ കുട വേണം, അല്ലെങ്കിൽ വടി വേണം കയ്യിൽ, അല്ലെങ്കിൽ 2 കയ്യിലും കല്ല് വേണം. അത്രമാത്രം തെരുവ് നായ ശല്യമുണ്ട് എല്ലാ തെരുവുകളിലും. രാവിലെ സ്കൂളിലേക്ക് പോകുന്നവർ, ട്യൂഷൻ പഠിക്കാൻ പോകുന്നവർ, പാല് വാങ്ങാൻ പോകുന്നവർ, മദ്രസകളിലേക്ക് പോകുന്നവർ, അമ്പലത്തിലേക്ക് പോകുന്നവർ, പള്ളിയിലേക്ക് പോകുന്നവർ, അവരെല്ലാവരും പേടിച്ചാണ് പോകുന്നവർ. പ്രഭാത സവാരിക്ക് പോകുന്ന മുതിർന്നവരുടെ കയ്യിൽ നിങ്ങൾ നോക്കിയാൽ കാണും ഒരു വടിയോ കുടയോ തടിയോ എന്തെങ്കിലും. എന്തിനാണ്? പട്ടിയെ അടിക്കാൻ, പട്ടിയെ ഓടിക്കാൻ, പട്ടി കടിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ പട്ടി കടിക്കും, പട്ടി കടിച്ചാൽ പെട്ടു. കുത്തിവയ്പ്പ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. പൊക്കിളിൽ ചുറ്റും കുത്തിവയ്പ്പെടുക്കും. കുത്തിവയ്പ്പെടുത്ത് കുറച്ച് ദിവസം വിശ്രമിക്കും. എന്നാൽ കാര്യമുണ്ടോ? കാര്യമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് പേ ബാധിച്ച് മരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. കണ്ണൂർ കളക്ടറും അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയൊക്കെ കൂടിച്ചേർന്നിരുന്ന് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. എല്ലാ തെരുവ് നായ്ക്കളെയും ഷെൽട്ടറിലാക്കും. ഈ ഷെൽട്ടറിലാക്കുള്ള കഥ എന്തെന്നറിയാവോ? പട്ടിയെ പിടിച്ചിട്ട് ഇതിന് പേവിഷ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുന്നു. ഈ കുത്തിവയ്പ്പ് 1 ഡോസ് കൊടുത്ത ഉടനെ ഈ പട്ടിയെ അങ്ങ് തുറന്നു വിടുകയാണ്. ഇഞ്ചക്ഷൻ കൊടുത്തല്ലോ എന്ന്. ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് 4 5 ഡോസുകൾ കൊടുക്കണം കൃത്യമായ ഇടവേളകളിൽ. ആ കൃത്യമായ ഇടവേളകളിൽ എൻ്റെ പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തോ എന്ന് ചോദിക്കാൻ തെരുവ് പട്ടിയുടെ തന്തയും തള്ളയും ഒന്നും വരില്ലല്ലോ. എൻ്റെ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തോ ഡോക്ടറെ എന്ന് ചോദിച്ച് തെരുവ് പട്ടിയുടെ തന്തയും തള്ളയും ഒന്നും കയറി ചെല്ലില്ലല്ലോ ആശുപത്രിയിൽ. അതുകൊണ്ട് എന്ത് ചെയ്യും? 1 ഇഞ്ചക്ഷൻ എടുക്കുന്നു, പട്ടിയെ തെരുവിലേക്ക് തന്നെ തുറന്നു വിടുന്നു. പട്ടിക്ക് പേവിഷ പ്രതിരോധ ശേഷി ഉണ്ടോ? ഇല്ല. അപ്പോൾ പേവിഷബാധ പടരുന്നത് അങ്ങനെയാണ് ഒരു കാരണം. ഇനി അങ്ങനെ പേവിഷബാധ ഏൽക്കുന്ന നായ്ക്കൾ പലതാണ് തെരുവിലുള്ളത്. അതുകൊണ്ട് ഏത് പട്ടിക്കാണ് പേവിഷമുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പട്ടിയുടെ കടി ഏൽക്കാതിരിക്കുക, കയ്യിൽ വടിയോ തടിയോ കരുതുന്നതിൽ നാണക്കേട് വിചാരിക്കാതിരിക്കുക. ഒന്ന് ഞാൻ പറഞ്ഞ മനുഷ്യനുള്ള പ്രതിരോധ മാർഗം, മറ്റത് പട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് മുടങ്ങാതെ എടുക്കുക. തെരുവ് നായ്ക്കളാണെങ്കിലും കുത്തിവയ്പ്പ് എടുക്കുകയാണെങ്കിൽ ഡോക്ടർമാരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുമൊക്കെ നോക്കുക. ഡോസ് കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, കണ്ണിൽ, അതായത് തല, കൈയുടെ ഞരമ്പുകൾ, കാലാണെങ്കിൽ പോലും ഞരമ്പിൽ കടിയേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ വിഷം നമ്മുടെ തലച്ചോറിനെ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യും. അപ്പോൾ എടുക്കുന്ന ഇഞ്ചക്ഷൻ, പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്താൽ അത് ഫലിക്കാതെ പോകും. അപ്പോൾ പിന്നെ ഈ കടിയേറ്റ ഉടനെ തന്നെ ശുദ്ധജലം കൊണ്ട് നന്നായിട്ട് കഴുകുക. മുറിവ് നന്നായിട്ട് കഴുകിക്കൊണ്ടേയിരിക്കുക. പിന്നെ മുറിവിന് മുകളിൽ പാമ്പ് കടിയേറ്റാൽ കെട്ടും എന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ കെട്ടുന്നത് കൊണ്ട് അപകടം ഉണ്ടെന്നാണ് അതിൽ എക്സ്പേർട്ടുകൾ പറയുന്നത്. പട്ടി കടിച്ചാൽ പറയുന്നത് കെട്ടണം. വിഷം മുകളിലേക്ക്, തലച്ചോറിലേക്ക് പോകാതിരിക്കാൻ ഞരമ്പിന് മുകളിൽ വെച്ച് നല്ല മുറുക്കെ കെട്ടുക. വെള്ളം നന്നായിട്ട് പ്രഷർ ചെലുത്തി വെള്ളം മുറിവിൽ ഒഴിച്ച് കഴുകിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോവുക, ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. കണ്ണിലോ മൂക്കിലോ കാതിലോ ഒക്കെയാണ് കടി കേൾക്കുന്നതെങ്കിൽ അതീവ ഗുരുതരമാണ് സാഹചര്യം. അതുകൊണ്ട് എപ്പോഴും പട്ടി കടിക്കാൻ വരികയാണെങ്കിൽ കണ്ണിൽ, കൈയുടെ ഈ ഭാഗത്തൊന്നും കടി ഏൽക്കാതിരിക്കാൻ
ശ്രദ്ധിക്കുക. ഞരമ്പുകളിൽ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിവിൻ്റെ പരമാവധി കുട്ടികളെ തനിച്ച് റോഡിലേക്ക് വിടാതിരിക്കുക. ട്യൂഷന് പോവുകയാണെങ്കിലും ആരെങ്കിലും മുതിർന്ന ആരെങ്കിലും കുട്ടികളെ കൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കഴിവതും വാഹനങ്ങളിൽ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇനി ഇങ്ങനെയൊക്കെ കൊണ്ടുപോയാലും സംഭവിക്കില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു കരുതൽ എപ്പോഴും ഉണ്ടാകണം. ഈ ഹരിത്തിൻ്റെ മരണം ഓർമ്മിപ്പിക്കുന്നത് അതാണ്. കാരണം ആ കുട്ടി ഇഞ്ചക്ഷനൊക്കെ എടുത്തിരുന്നു, എന്നിട്ടാണ് ഇത് സംഭവിച്ചത്. പിന്നെ ഈ മരുന്നിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ആരോഗ്യ വകുപ്പും തയ്യാറാകണം. പിന്നെ തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിച്ച് പുറത്തു വിട്ടത് കൊണ്ടോ അതുകൊണ്ട് തെരുവ് നായ്ക്കളുടെ എണ്ണം പെരുകാതിരിക്കുമോ എന്നൊന്നുമില്ല. അത് ധാരാളം, അതായത് ഇങ്ങനെ തെരുവുനായ ശല്യം കൂടുമ്പോഴൊക്കെ കോർപ്പറേഷനുകളും നഗരസഭകളും പഞ്ചായത്തുകളും ഒക്കെ പറയും, ഇപ്പോൾ പിടിക്കും, പട്ടികളെ ഇപ്പോൾ പിടിച്ച് തീർത്ത് കളയാം, വന്ധ്യംകരിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് കുറേ പട്ടികളെ പിടിക്കും. എന്നാൽ നിങ്ങൾ നോക്കുക, തെരുവിൽ എപ്പോഴെങ്കിലും പട്ടികളില്ലാതിരുന്നിട്ടുണ്ടോ? ഇല്ല. തെരുവ് പട്ടികൾ കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഫലപ്രദമായ ഒരു മാർഗം അല്ലാതായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിനും ഫലപ്രദമായ മാർഗങ്ങൾ കണ്ടെത്തണം, അത് കൃത്യമായി നടപ്പിലാക്കണം. ഇത് കണ്ണൂർ പറഞ്ഞത് ABC അതൊക്കെ കൃത്യമായി നടപ്പിലാക്കുമെന്നാണ്. അതൊക്കെ നടപ്പിലാക്കിയാൽ വളരെ നല്ലത്. ഇതുപോലെ ഹരിത്തുമാർ ആവർത്തിക്കാതിരിക്കണം. ഇത് വലിയ സന്ദേശമാണ്. ഇത് ആരോഗ്യവകുപ്പ് പലതവണ പുറപ്പെടുവിച്ചിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിൽ. ഇനി സ്കൂളുകൾ ഈ തെരുവ് നായ്ക്കളുടെ തെരുവിൽ മാത്രമല്ല, ചില സ്കൂളുകളിൽ നോക്കണം, വമ്പൻ പണച്ചാക്കുകളുടെ മക്കൾ പഠിക്കുന്ന വലിയ സ്കൂളുകളുണ്ടല്ലോ, ഇൻ്റർനാഷണൽ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞുള്ള സ്കൂളുകൾ. അതിൻ്റെ ഗ്രൗണ്ടിലോട്ടൊക്കെ ഒന്ന് ചെന്ന് നോക്കണം. കുട്ടികൾ കളിക്കുമ്പോൾ ഇടയിലൂടെ തെരുവ് നായ്ക്കളും കളിക്കുന്നത് കാണാം. പട്ടികളുണ്ട് ഗ്രൗണ്ടിലും. മിക്കവാറും സ്കൂൾ ഗ്രൗണ്ടുകളിൽ പട്ടികളുടെ വിശ്രമത്താവളമാണ്. സ്കൂൾ ബസ്സിന് അടിയിൽ പട്ടികൾ കിടക്കുന്നത് കാണാം. ഈ കുട്ടികൾ അങ്ങനെയുള്ള സ്കൂളുകളാണ്. ഈ സ്കൂൾ അധികൃതർ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. പട്ടിയല്ലേ പൊയ്ക്കോളും എന്ന തരത്തിലാണ്. എന്തെങ്കിലും കുട്ടിക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യും? അത് വലിയ പാതകമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ്. പട്ടി കടി ഏൽക്കാതിരിക്കുക, കടിയേറ്റാൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാക്സിൻ എടുക്കുമ്പോൾ പട്ടിക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും കൃത്യമായ ഡോസ് പാലിക്കുക. ഞരമ്പ്, തല, ഈ ഭാഗങ്ങൾ കടിയേൽക്കാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പാലിക്കണം. ഇങ്ങനെ ഹരിത്തുമാർ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.